Have you people heard about baby boomers? We are the middle of Jan 2025. നമ്മൾ ഓൾറെഡി രണ്ട് ജോബ് ഡ്രൈവ് കവർ ചെയ്ത് കഴിഞ്ഞു. നിയർ ഓൾമോസ്റ്റ് 72 ഗോട്ട് പ്ലേസ്ഡ്. ഗ്രോയിങ് പാർട്ടാണെന്നുള്ളത് ഇൻഷുറൻസിനെ കണക്ട് ചെയ്ത ഏരിയ വളരെ ആണെന്നുള്ളതിന് എക്സാമ്പിൾ വേണ്ട. Have you people heard about baby boomers? കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ബേബി ബൂമേഴ്സ് 1946 മുതൽ 64 വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ എസ്പെഷ്യലി US അറൗണ്ട് 20% ആണ് ബേബി ബർത്ത് നടന്നത്. എൻഡ് ഓഫ് സെക്കൻഡ് വേൾഡ് വാറിൽ അറൗണ്ട് 76 മില്യൺ ബർത്ത് നടന്നു. സ്റ്റാറ്റിസ്റ്റിക് പ്രകാരം ഓൾമോസ്റ്റ് 20% ഗ്രോത്താണ് ആ ഒരു സമയത്ത് ബർത്തിൽ നടന്നത്. അപ്പോൾ ആ ഒരു പീരീഡിൽ ജനിച്ച എസ്പെഷ്യലി US ഫോക്കസ് ചെയ്ത് നമ്മൾ പറയുന്നതാണ് ബേബി ബൂമേഴ്സ്. എസ്പെഷ്യലി ആ ഒരു 46 to 64 കാറ്റഗറിയിൽ വരുന്ന ബർത്ത് ചെയ്ത ആളുകളെയാണ് നമ്മൾ ബേബി ബൂമേഴ്സ് അല്ലെങ്കിൽ ബേബി ബൂമിങ് എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ ഒരു സമയത്ത് നടന്ന ബർത്ത് അല്ലേ, അവരുടെ ഇന്നത്തെ ഏജ് എത്രയായിരിക്കും? നിയർ 61 to 79 ആ ഒരു ഓൾമോസ്റ്റ് റേഞ്ചിൽ വരുന്ന ഏജ് ആയിരിക്കും. പറയുകയാണെങ്കിൽ അവരിപ്പോഴത്തെ ഏജിങ് പോപ്പുലേഷനാണ്. ഈ ഒരു ഏജിങ് പോപ്പുലേഷൻ എന്തായാലും ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് എന്തായാലും ഉണ്ടാവും. കോഡിംഗ് പ്രൊജക്റ്റുകളിലെ ഈ ഒരു ബൂമും ഈ ഒരു ബേബി ബൂമും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? നമുക്കറിയാം HCC പോലെയുള്ള പ്രൊജക്റ്റുകൾ അല്ലെ, ഹയറാർക്കിക്കൽ കണ്ടീഷൻ കാറ്റഗറി വരുന്ന കോഡിംഗ് സിസ്റ്റത്തിലൊക്കെ പ്രതീക്ഷിത ബൂമാണ് ഈ ഒരു കുറച്ച് കാലഘട്ടമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. നമുക്കറിയാം ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആ ഒരു ഏജിങ് പോപ്പുലേഷനിൽ എന്തായാലും കോമൺലി ക്രോണിക് കണ്ടീഷൻസ് ആയിട്ടുള്ള പല കണ്ടീഷൻസും നോർമലി അറൈസ് ചെയ്യും. ഇങ്ങനെയുള്ള ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ എന്തെങ്കിലും കണ്ടീഷൻസിന് നമ്മൾ അസസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് അല്ലേ, നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഡിറ്റക്റ്റ് ആയി കഴിഞ്ഞാൽ അല്ലേ, സം മേ ബി ദ ഡയബറ്റിക്സ് ഓർ സംതിങ് ഡിറ്റക്റ്റ് ആയി കഴിഞ്ഞാൽ അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഫ്യൂച്ചർ ഹെൽത്തിലെ സ്ട്രാറ്റജിന് നമ്മൾ ഒരു സ്കെഡ്യൂൾ പ്ലാൻ ഉണ്ടാക്കുന്നു. എത്രയാണ് ആ ഫ്യൂച്ചറിൽ അതിന് വേണ്ട ഔട്ട്കം വരുന്നത് അല്ലെ, ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പെർട്ടിക്കുലർ പ്രൊവൈഡർക്ക് എത്ര പേയ്മെൻറ്റ് വരണം, അതിൻ്റെ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ അതാണ് ശരിക്കും HCC ഫോക്കസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പേഷ്യൻ്റ് ഇപ്പോൾ ഡയബറ്റിക് വന്നു, ഇപ്പോൾ ആൾക്ക് ചിലപ്പോൾ ഫ്യൂച്ചറിൽ CKD അല്ലെങ്കിൽ സംതിങ് അതർ അങ്ങനെയുള്ള ക്രോണിക് കണ്ടീഷൻസ് വരാനുള്ള ഒരു നിയർ ബൈ ഫ്യൂച്ചറിൽ വരാൻ മതി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉള്ള ഒരു അതിനെ ബേസ് ചെയ്തിട്ട് അയാളുടെ പ്ലാനിങ് ഇൻഷുറൻസ് ബേസ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ആണ് HCCയിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. രോഗിയുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചുള്ളൊരു സ്കോർ പ്രഡിക്ഷൻ നടക്കുന്നു. ആ സ്കോർ പ്രഡിക്റ്റ് ചെയ്തതിനനുസരിച്ചിട്ട് അയാൾക്ക് ഫ്യൂച്ചറിലോട്ടേക്ക് എത്ര ഫിനാൻഷ്യൽ അതിൻ്റെ ഒരു കാൽക്കുലേഷൻ, എന്തൊക്കെ ഫ്യൂച്ചറിൽ പോസിബിലിറ്റീസ് ഓഫ് അതിൽ പ്രൊവൈഡേഴ്സിൻ്റെ പേയ്മെൻറ്റ് സിസ്റ്റം എല്ലാം ഒരു കറക്റ്റ് ഒരു പ്ലാനിങ് ഇതിലൂടെ നടക്കുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ 46 മുതൽ 64 വരെയുള്ള ഈ ഒരു ബേബി ബൂമേഴ്സ് എസ്പെഷ്യലി US പറഞ്ഞാലോ 20% ആണ് എക്സ്ട്രാ ഒരു ബർത്ത് നടന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ ഇപ്പം കം ടു ഏജിങ് പോപ്പുലേഷൻ അല്ലേ, അവർക്ക് പലതരത്തിലുള്ള ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള ഇതുണ്ടാവും. അതിനനുസരിച്ചുള്ള ഈ പറഞ്ഞ പോലെ നമ്മളെ ഈ ഒരു HCC കൂടെ ക്ലബ് ചെയ്യുന്ന സമയത്ത് അല്ലെ, അവർക്കുള്ള ഫ്യൂച്ചറായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ട്രീറ്റ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് വരുന്നു. അതിനനുസരിച്ചുള്ള ഈ പറഞ്ഞ പോലെ സ്കോറിങ് വരുന്നു, അതിനനുസരിച്ച് പ്ലാനിങ് കൊടുക്കുന്നു. അപ്പം ആ ഒരു പ്രൊവൈഡേഴ്സിൻ്റെ പേയ്മെൻറ്റ് സിസ്റ്റം ഇത് കംപ്ലീറ്റ്ലി കണക്റ്റഡ് ആണ്. അതാണ് ആക്ച്വലി HCCയിലൊരു ബൂം ശരിക്കും കണക്ട് ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ അല്ല, ഇതൊരു വൺ ഓഫ് ദ ഫാക്ടറാണ് കേട്ടോ. ഈ ഒരു ബേബി ബൂമേഴ്സ് എന്ന് പറയുന്ന ഫാക്ട് ഇതിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് HCCയിലെ ബൂമിന് കാരണം വൺ ഓഫ് ദ റീസൺ ഇതും കൂടി ആവാം. ഇൻഷുറൻസ് ഏരിയ എന്ന് പറയുന്നൊരു ഏരിയ അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നു. കൂടുതൽ രാജ്യങ്ങൾ ഇൻഷുറൻസിനെ അഡാപ്റ്റ് ചെയ്യുന്നു. അതിനനുസരിച്ചുള്ള ചേഞ്ചസ് അവരുടെ സിവിലിയൻസിൽ കൊണ്ടുവരുന്നു. ഇറ്റ്സ് ഗ്രോയിങ് വെരി ഫാസ്റ്റ്. ഇൻഷുറൻസ് ഏരിയ വളർന്നുകൊണ്ടിരിക്കുന്നതിനനുസരിച്ചിട്ട് നമുക്കിതിന് കോഡിംഗ് പാർട്ടും ഇതിന് ആനുപാതികമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിലൊരു ബൂം HCC പോലെയുള്ള ഏരിയകളിലൊക്കെ ഒരു ബൂമിന് കാരണം ഇത് തന്നെയാണ്. അപ്പം കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഇൻഷുറൻസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനനുസരിച്ചുള്ള അവസരങ്ങളും മുന്നോട്ടേക്ക് കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിൽ ഈ ഒരു കോഡിംഗ് ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇവിടെയുള്ള രാജ്യങ്ങളിൽ നടക്കുന്ന ബൾക്ക് ഹയറിങ്സ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വി ആർ ദ മിഡിൽ ഓഫ് Jan 2025. നമ്മൾ ഓൾറെഡി രണ്ട് ജോബ് ഡ്രൈവ് കവർ ചെയ്ത് കഴിഞ്ഞു. നിയർ ഓൾമോസ്റ്റ് 72 ഗോട്ട് പ്ലേസ്ഡ്. ഗ്രോയിങ് പാർട്ടാണെന്നുള്ളത് ഇൻഷുറൻസിനെ കണക്ട് ചെയ്ത ഏരിയ വളരെ ആണെന്നുള്ളതിന് എക്സാമ്പിൾ വേണ്ട. സോ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, എന്താണ് നമ്മുടെ ഫ്യൂച്ചർ, നമ്മളെങ്ങനെ നമ്മുടെ കരിയറിനെ സെറ്റ് ചെയ്യണം, ഏത് തരത്തിൽ നമ്മൾ കരിയർ അപ്പ് ചെയ്യണം, എങ്ങനെ കരിയർ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം, എല്ലാം നമ്മൾ എന്ത് ചെയ്യണം. കോഡിംഗ് എന്ന് മാത്രമല്ല, നമ്മുടെ കരിയറെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രോപ്പറായിട്ടുള്ളൊരു പ്ലാനിങ് നമുക്ക് വേണം. ഓക്കെ, ടേക്ക് കെയർ ആൻഡ് ബൈ.